ഇവന്റെ ഒരു വീഡിയോ ലീക്കായി. അത് AI വീഡിയോ ആണെന്നാണ് ഇവൻ പറയുന്നത്. പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സീരിയസ് ഇഷ്യൂ ആണ്. പക്ഷെ പലരും ഇത് ഭയങ്കര തമാശയായിട്ടാണ് കണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ആർക്കാട് ഇത്രയും ദാരിദ്ര്യവും നിനക്കും ഡിമാൻഡോ, നിന്റെ വീഡിയോ എടുക്കാൻ മാത്രം കഥ പതിച്ചു പോയോ, അത് AI വീഡിയോ അല്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. അവൻ പറഞ്ഞത് ഒരു സീരിയസ് മാറ്ററാണ്, വളരെ സീരിയസ് മാറ്ററാണ്. അതിന്റെ ഒരു കാര്യഗൗരവത്തിലെടുത്ത് തമാശിക്കല്ല എന്നാണ് പറയാനുള്ളത്. ഇത് ആർക്കും സംഭവിക്കാം. നാളെ നിനക്ക് വേണ്ടപ്പെട്ടവരുടെ വീഡിയോ ആണ് ലീക്ക് ആയതെങ്കിൽ നീ ഇത് പറയോ? ആർക്കും അത്ര ദാരിദ്ര്യമൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഗൗരവത്തിലെടുക്കുക. ഒറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത്. അവനക്ക് ബാക്കപ്പ് കൊടുക്കുക, അവനെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ വീണ്ടും അവനെ തളർത്താൻ നോക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? ഒരുപാട് പേര് മെന്റലി ഡൗൺ ആകും, എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകൂ. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര എക്സാമ്പിൾ ഉണ്ടല്ലോ, ലീക്കായിട്ടും അതായിട്ടും ഇതൊക്കെ ആയിട്ടും ഓരോരുത്തരും എന്തൊക്കെയോ ചെയ്തത്, ജീവിതം ഇല്ലാതാക്കിയവർ വരെ ഉണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഒരുത്തം വന്നിട്ട് അവനെ ശരിക്കും സമ്മതിക്കണം. അവന്റെ മിടുക്കെന്നോ കഴിവെന്നോ പറയണം. അല്ലെങ്കിൽ അവന്റെ മെന്റൽ പവർ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അവന് മുന്നോട്ട് വന്ന് ധൈര്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. ആണ് ഇങ്ങനെയാണെന്നൊക്കെ. ചിലവർ ഡൗൺ ആയി പോകും. ഇത് ചെയ്തവരുടെ ലക്ഷ്യം തന്നെ ചിലപ്പോൾ അതാക്കാം. ഇവനോട് ദേഷ്യമുള്ളവർ ചെയ്യിപ്പിച്ചതാകാം മേ ബി. കാരണം ഇവനെ മെന്റലി ഡൗൺ ആക്കാൻ, ഈ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്താൻ, കുറെ പേര് ഇവനെ കുറ്റപ്പെടുത്താൻ, ഇത് സത്യമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. ഇത് ചെയ്തവർക്ക് അറിയാം. അതുകൊണ്ടായിരിക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ കൂടെ നിൽക്കണം. പോലീസ് കേസ് അന്വേഷിക്കട്ടെ, ഇതിന് പിന്നിലുള്ളവരെ പിടിക്കട്ടെ. കാരണം നാളെ നമുക്കും വരാം. ഇത് സീരിയസ് ഇഷ്യൂ ആണ്. അപ്പോൾ തമാശ രൂപമാണ് കാണരുത്. ഓക്കെ.